പന്തല്ലൂർ മലനിരകളിൽ വ്യൂ പോയിന്റിൽ അപ്രതീക്ഷിതമായി പാഞ്ഞെത്തിയ ഒറ്റമിന്നൽ പിണറിൽ പൊലിഞ്ഞത് 4 കൗമാരപ്രായക്കാരുടെ സ്വപ്നങ്ങളാണ്. കേരളത്തിൻ്റെ ദുരന്ത ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എന്നതുകൂടി എല്ലാവരും അറിയുന്നുണ്ട്. ഒറ്റമിന്നൽ പിണറിൽ പൊലിഞ്ഞത് ഇത്രയുമധികം കുടുംബത്തിൻ്റെ സന്തോഷമായിരുന്നു. കേരളത്തിൻ്റെ ദുരന്ത ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടുണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഞെട്ടലിലാണ് എല്ലാവരും. ഒരൊറ്റ മിന്നലിൽ 4 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. മലമുകളിൽ തുറസായ സ്ഥലത്ത് മഴക്കാറിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന 7 സുഹൃത്തുക്കൾ. അവരുടെ സംഘത്തിലേക്കാണ് മരണം തീപ്പന്തമായി പതിച്ചത്. തുറസായ മലമുകളിൽ വ്യൂ പോയിന്റുകളിൽ മിന്നലേൽക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഇടങ്ങളാണ് എന്നതും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മങ്കട കുണ്ടൻചോലയിൽ മിന്നൽ അതിതീവ്രമാകാൻ കാരണം ഇവിടത്തെ ഭൂപ്രകൃതമാണെന്ന് വിലയിരുത്തലുണ്ട്. കഴിഞ്ഞ ദിവസം മംഗളാദേവിയിൽ മലയിറങ്ങുന്നതിനിടെ ഏതാനും പേർക്ക് മിന്നലേറ്റിരുന്നുവെങ്കിലും ആരും മരിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. എന്നാൽ മങ്കടയിലെ തീവ്രമായ ഡയറക്റ്റ് ഹിറ്റ് ആയതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് എന്ന് പറയാം. ചൊവ്വാഴ്ച വൈകുന്നേരം മലമുകളിലെ കുരങ്ങൻചോല പാറയിൽ കാറ്റുകൊണ്ട് വിശേഷങ്ങൾ പങ്കിട്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കൾ. വെള്ളില സ്വദേശികളായ ആ 7 പേരും അങ്ങനെ ഇരിക്കുകയായിരുന്നു. 4 മണിയോടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. മഴ പെയ്തു തുടങ്ങി. ഒരൊറ്റ മിന്നൽ പിളറിൽ പാറപ്പുറം കരിഞ്ഞു. ചിരിച്ചുകൊണ്ടിരുന്നവർ നിശബ്ദമായി. കൂടെ ഉണ്ടായിരുന്ന റോഷൻ ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കണ്ടത് പ്രിയപ്പെട്ടവർ ചോരയൊലിച്ച് അനക്കമറ്റു കിടക്കുന്ന കാഴ്ചയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പോൾ കടന്നുപോയത്. എന്താണ് പറ്റിയതെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയാണ് പറ്റിയതെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കൂടെയുള്ളവർ ഇല്ല എന്നുള്ളത് ദുഃഖത്തിലാണെങ്കിലും ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. മങ്കട സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. റോഷൻ, ഇഷ്ഹാദ്, സൽമാനുൽ ഹാരിസ് എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ്. മരിച്ച ഫഹദിന്റെ ഇരട്ട സഹോദരനാണ് റോഷൻ. പരിക്കേറ്റ റഹീസിന്റെ സഹോദരനാണ് സൽമാനുൽ ഹാരിസ്. ഉറ്റവരുടെ വിയോഗമറിയാതെ ആശുപത്രി കിടക്കയിൽ റോഷൻ ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഇരട്ട സഹോദരനെ തന്നെയായിരുന്നു. അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ എവിടെ എന്നാണ് അദ്ദേഹം മാറി മാറി ചോദിക്കുന്നത്. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ നഴ്സുമാരും ബന്ധുക്കളുമെല്ലാം മാറി മാറി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. കേരളത്തിൽ ഇടിമിന്നലേറ്റ് മരണങ്ങൾ പതിവാണെങ്കിലും ഇത്രയേറെ പേർ ഒന്നിച്ചു മരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. 2013 പാലായിൽ 3 പേർ മരിച്ചതാണ് ഇതിനു മുൻപത്തെ വലിയ ദുരന്തം. 1991 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബാബു ചാഴിക്കാടൻ മരിച്ചതും തുറസായ ജീപ്പിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു. ഇതെല്ലാം തന്നെ നിൽക്കുമ്പോൾ ഈ കുട്ടികളുടെ മരണം വളരെയധികം ദാരുണമായി പോവുകയാണ്.